നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ സുവിശേഷ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനും യോഗാധ്യക്ഷനുമായ പാസ്റ്റർ ഫിന്നി മാത്യു, ചർച്ച് ഓഫ് ഗോഡ് കുമളി സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി ലാലു, IPC തേക്കടി സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോസഫ് ജോൺ, ചർച്ച് ഓഫ് ഗോഡ് അണക്കര സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് കുട്ടി, ഷാരോൺ കൊച്ചർ സഭയുടെ ശുശ്രൂഷകൻ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സനൽ വർഗീസ്, IPC മുളകരമയുടെ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ തോമസ് കുട്ടി, ആമയാർ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജോ, കർണാപുരം ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഷിജു, IPC കോങ്കൽമേട് സഭയുടെ പാസ്റ്റർ ബിനു, രാജാക്കണ്ടം ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോജോ, സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM വർഗീസ്. വളരെ ഈടുറ്റതും ഹൃദയസ്പർശകവുമായ ഒരു സന്ദേശം പരിമിതമായ സമയം കൊണ്ട് നമുക്ക് നൽകിത്തന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം, ശബ്ദവാഹിനിയിൽ വിവിധ ഇടങ്ങളിലായി ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, വളരെ അനുഗ്രഹീതമായ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഹൈറേഞ്ചിൽ നിന്ന് കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരൊക്കെ എഴുന്നേൽക്കുമ്പോൾ, അവർ നമ്മുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ, കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രസന്നവധരരായി കർത്താവിനൊരു നല്ല സ്തോത്രമൊക്കെ പറയുന്നത് സന്തോഷമാണ്. കരവും ശബ്ദവും ഉയർത്തി ഒരു നല്ല ആമേനെന്ന് പറയാം. ദൈവം അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ കൊച്ചുമോൻ, തൻ്റെ സഹപ്രവർത്തകർ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വേദഭാഗങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് മതി. വളരെ നന്ദി. ജീവനുള്ള പ്രത്യാശ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ത്രിവിധ പ്രത്യക്ഷതകൾ എന്ന വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം വായിക്കേണ്ട 24, 26, 28 ഈ 3 വാക്യങ്ങളിലായി യേശുക്രിസ്തുവിന്റെ 3 വിധ പ്രത്യക്ഷതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷത പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന പദപ്രയോഗം ഒരു ഭൂതകാല ക്രിയയാണ്. അതൊരു ഭൂതകാല ക്രിയയെങ്കിൽ, കഴിഞ്ഞകാല സംഭവമെങ്കിൽ, എന്താണ് ഒരിക്കലായി നടന്ന പ്രത്യക്ഷത? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗമഹിമകളെ വെടിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നതിനെ തിരുവെടുത്ത് പറയുകയാണ്: യേശുക്രിസ്തു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, യേശുക്രിസ്തു എന്തിന് ഇവിടെ പ്രത്യക്ഷനായി? 1 തിമോഥെയോസ് 1:15 വായിക്കണ്ട. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. അടുത്തത് അടിവരയിടേണ്ട പദമാണ് വിശ്വാസ്യമാണ്. അതെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നു എന്നുള്ളത്
ഒരതിശയോക്തിയല്ല, അനുമാനമല്ല, കെട്ടുകഥയല്ല, ഊഹാപോഹമല്ല, അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്തിനിവിടെ വന്നു? തിരുവെഴുത്ത് പറയുന്നു, പാപികളെ രക്ഷിപ്പാൻ വന്നു. പാപമെന്ന വിഷയം ഇന്ന് രാത്രി മുഴുവൻ നിന്ന് പ്രസംഗിച്ചാലും അധിക പ്രസംഗമാകില്ലെന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ആ വിഷയം ഒന്ന് പിടികിട്ടപ്പെടേണ്ടുന്നതിന് ഞാൻ അതിനെ ലളിതവൽക്കരിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സഹൃദയരെ, പാപത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ് എന്ന് നാം അറിഞ്ഞാലേ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി എത്ര ഉന്നതമാണെന്ന് പിടികിട്ടുകയുള്ളൂ. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, അതും വായിക്കണ്ട, 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, യഹൂദയുടെ പാപം, മനുഷ്യന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ആശയം? ഉടയതമ്പുരാൻ അങ്ങനെ എവിടെയെങ്കിലും മനുഷ്യന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്നാണോ? അല്ല. ദൈവം അങ്ങനെ ഒന്നും പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എങ്ങും എഴുതി വച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്നാണ് അതിൻ്റെ ആശയം. ആട്ടെ, ഈ ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതിയാൽ, വജ്രമുന കൊണ്ട് എഴുതിയാൽ എന്താ ഗുണം? 2 വാക്യങ്ങൾ അതിന് ബോൽബലകമായി തിരുവെഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പഴയ നിയമത്തിലെ ഭക്തശിരോമണികളിൽ അഗ്രഗണ്യനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. ആ ഇയ്യോബ് അസാധാരണമായ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ, ശാരീരിക കഷ്ടങ്ങളിലൂടെ, സാമ്പത്തിക തകർച്ചകളിലൂടെ പോയ മനുഷ്യനാണ്. വല്ലപ്പോഴുമൊക്കെ തൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി മനസ്സും അടുത്ത് ഹൃദയം ക്ഷീണിക്കുമ്പോൾ വൈകാരികമായി അദ്ദേഹം പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചിട്ടൊക്കെയുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം, ഇപ്പോൾ വായിക്കണ്ട, 23, 24 വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇയ്യോബ് പറയുകയാണ്, അയ്യോ, എൻ്റെ സങ്കടമെല്ലാം കൂടെ, എൻ്റെ ഈ വേദനയെല്ലാം കൂടെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത്, അവയെ ഈയം കൊണ്ടും ഇരുമ്പഴുത്താണി കൊണ്ടും പാറയിൽ സദാകാലത്തേക്കും കൊത്തിവച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതിയാൽ, വജ്രമുന കൊണ്ട് എഴുതിയാൽ അത് വല്ലപ്പോഴത്തേക്കിനുമുള്ളതല്ല, അത് സദാകാലത്തേക്കിനുമുള്ളതാണ്. മറ്റൊരു ഉദാഹരണം തിരുവെഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അശൂർ രാജാവായ സാർഗോൺ, അതായത് അശൂർ എന്ന രാജ്യത്തെ സാർഗോൺ എന്ന രാജാവ് ഭരിച്ചിരുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ അല്ലാതെ അശൂർ രാജാക്കന്മാരുടെ ചരിത്രത്തിലോ ലോക ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി, അശൂരിനെ ഭരിച്ചിരുന്നതായി ഒരു കാലഘട്ടം വരെ യാതൊരു തെളിവുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകരും വിജ്ഞാനകോശത്തിന്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ പിശകില്ല എന്ന് പറയുന്നത് ചുമ്മാതാണ്. യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നിട്ടില്ല, അശൂരിനെ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് ജനിക്കാത്ത, ജീവിക്കാത്ത, ഭരിക്കാത്ത ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകം തെറ്റാണ്, അവരത് പ്രചരിപ്പിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. എന്തിനേറെ പറയുന്നു, എൻസൈക്ലോപീഡിയ പോലും ഒരു കാലത്ത് വേദപുസ്തകത്തിൽ തെറ്റുണ്ട് എന്നതിന് ബോൽബലകമായി ആ കാര്യം രേഖപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ AD 1482 പോളമയിൽ ബോട്ട എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ഗവേഷകൻ അശൂരിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണം ഭൂഗർഭ ഗവേഷണം നടത്തി. അങ്ങനെ ഉത്ഖനനം നടത്തി ചെല്ലുമ്പോൾ ധാരാളം ശിലാഫലകങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ആ ശിലാഫലകങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ പേരുകൾ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ധാരാളം പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അശൂർ രാജാവായ സാർഗോന്റെ പേരുമുണ്ടായിരുന്നു.
അതുമാത്രമല്ല, സാർഗോനെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ധാരാളം ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്രലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യെശയ്യാ 20:1 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു, അശൂരിനെ ഭരിച്ചിരുന്നു എന്ന്. അതുകൊണ്ട് എൻസൈക്ലോപീഡിയയുടെ അടുത്ത എഡിഷനിൽ അവരിങ്ങനെ രേഖപ്പെടുത്തി, തിരുത്ത്, ഞങ്ങൾക്കാണ് പിശക് സംഭവിച്ചത്, വേദപുസ്തകത്തിനല്ല. വേദപുസ്തകത്തിൽ പിശകുണ്ട് എന്നതിന് തെളിവായി യെശയ്യാ 20:1 സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയതിൽ ഞങ്ങൾ ഖേദം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്കാണ് പിശക് സംഭവിച്ചത്, വേദപുസ്തകത്തിനല്ല. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രിത്തിൽ ആത്മാഭിമാനത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന കാലഘട്ടം വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടമാണ്. വിജ്ഞാനത്തിന്റെ നീട്ടിയ കരം കൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചെടുത്ത് അവന്റെ കാൽ കീഴെ ചവിട്ടിമതിച്ചൊരു കാലഘട്ടം. അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ പറിച്ചു നടാൻ ശാസ്ത്രം അശ്രാന്ത പരിശ്രമം നടത്തുന്ന കാലഘട്ടം, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലം. എന്നാൽ ഈ കാലത്തെ ശാസ്ത്രീയ പുരോഗതിയെ ആദരിച്ചുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, നാളിതുവരെ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാതെ ഇരുന്നതും ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ഏക വിശ്വാസ പ്രഖ്യാപന രേഖ അതിന്ന് രാത്രി ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന, നാം അഭിമാനത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ അധരം തുറന്ന ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. എന്തിനാ ഉദാഹരണം ഞാൻ ഇവിടെ എടുത്തുദ്ധരിച്ചത്? ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ശിലാലിഖിതങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും അതിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞുപോയില്ല. എന്താ മാഞ്ഞു പോകാഞ്ഞേ? അത് ഇരുമ്പഴുത്താണി കൊണ്ടെഴുതി, അത് വജ്രമുന കൊണ്ടെഴുതി. അപ്പൊ ഇരുമ്പഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മണ്ണിൽ കിടന്നാലും മാഞ്ഞു പോകില്ല, തീയിൽ കൊണ്ടിട്ടാലും മായില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യ, നിന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ലളിതമാ സുഹൃത്തെ, മനുഷ്യന്റെ സൂത്രപ്പണി കൊണ്ടൊന്നും അവന് മായിച്ചു കളയാൻ പറ്റുന്നതല്ല പാപത്തിന്റെ കനത്ത കറ. എന്നാൽ അത് കഴുകി കളയാൻ ഗൗരവമായൊരു രക്ഷാകര പദ്ധതി യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് എന്റെ ദൈവം ഒരുക്കി. അത് പറയാനാ ഞങ്ങൾ ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചത്. എന്നോട് ചേർന്ന് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. അടുത്ത പ്രധാന ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. യേശു ക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത, യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷ വേണ്ടാത്ത, പാപപരിഹാരം വേണ്ടാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അത് ന്യായമായ ചോദ്യമാണ്. ആ ന്യായമായ ചോദ്യത്തിന് ന്യായയുക്തമായൊരു മറുപടിയും പറയേണ്ടതായിട്ടുണ്ട്. വായിക്കാം, 90-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. 90-ാം സങ്കീർത്തനം. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ആരായി പറയുന്ന മനുഷ്യൻ? ഈ പറയുന്ന മനുഷ്യൻ മോശയാ. എന്താ അദ്ദേഹം പറയുന്നത്? അങ്ങ് ജനത്തിന്റെ അകൃത്യങ്ങളെ എന്നല്ല, അവരുടെ രഹസ്യ പാപങ്ങളെ എന്നല്ല, എന്റെയും ജനത്തിന്റെയും ഉൾപ്പെടെ ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയുകയാണ്, ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത് നല്ലതാണ്.
ഭാര്യയെ മറയ്ക്കാം, ഭർത്താവിനെ കബളിപ്പിക്കാം, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാം, മക്കളെയും മാതാപിതാക്കളെയും രഹസ്യമായി ഒളിപ്പിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ നിയമത്തെ മറച്ചാലും മറയ്ക്കാൻ കഴിയാത്തൊരിടമുണ്ട്. അത് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയാണ്. മനുഷ്യന്റെ ഹൃദയങ്ങളെ, നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള സർവശക്തനായ ദൈവം എന്നെ അറിയുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ പറയുക? ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ. മോശയെപ്പോലൊരു മനുഷ്യന് പാപബോധം തോന്നുക എന്നുള്ളത് അല്പം അസംഭവ്യമായ കാര്യമാണ്. ആരാ മോശ? മോശ ആരാന്ന് 3 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ലക്ഷോപലക്ഷം ജനവുമായി ആ ദൈവ മനുഷ്യൻ മിസ്രൈമിൽ നിന്ന് കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പക്ഷെ മാർഗതടസ്സമായി ചെങ്കടൽ മുൻപിൽ കൂടി ഒഴുകുന്നു. അദ്ദേഹത്തിന് മുമ്പാരും വടിനീട്ടി കൈനീട്ടി കടൽ പിളർത്തിയതായി കേട്ടിട്ട് പോലുമില്ല. ആ പ്രതിസന്ധിയിൽ എന്തു ചെയ്യണമെന്നറിയാതെ മോശ വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയുക, മോശേ, നിന്റെ കൈയും വടിയും കടലിന് മീതെ നീട്ട്. അങ്ങനെ മോശ കൈ നീട്ടിയപ്പോ കടൽ 2ആയി പിരിഞ്ഞു മാറി. എന്റെ ചോദ്യം, മോശയുടെ കൈ നീട്ടിയപ്പോൾ എങ്ങനാ ഈ ചെങ്കടൽ 2ആയി പിരിഞ്ഞു മാറിയത്? അദ്ദേഹത്തിന്റെ കൈയുടെ ശക്തി കൊണ്ടാണോ? വടിയുടെ അധികാരം കൊണ്ടാണോ? ഇത് രണ്ടുകൊണ്ടുമല്ല. പിന്നെ അതെങ്ങനെ സംഭവിച്ചെന്ന് യെശയ്യാ 63 എഴുതിയിട്ടുണ്ട്. മോശ തന്റെ ബലഹീനകരം ആ ചെങ്കടലിന് മീതെ നീട്ടിപ്പിടിച്ചപ്പോ മറ്റൊരു കരം ആ കരത്തിന് മുകളിൽ വന്നു നിന്നു. ഏതു കരം? ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ട തന്റെ ഭക്തനോട് മുൻപോട്ട് പോകാൻ നിയോഗം കൊടുത്തവന്റെ കരം ആ ബലഹീന കരത്തിന് മുകളിൽ വന്നു നിന്നപ്പോ മാർഗ തടസ്സമായി നിന്ന ചെങ്കടൽ 2ആയി പിരിഞ്ഞു മാറി. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സമുദ്രം കണ്ടോടി. സമുദ്രം വെറുതെ ഓടിയതല്ല, കണ്ടോടിയതാണ്. എന്താണ് കണ്ടത്? മോശയുടെ കൈയല്ല, മോശയുടെ വടിയല്ല, അതിനപ്പുറത്ത് സൃഷ്ടാവിന്റെ കരം ആ കരത്തിന് മുകളിൽ വന്നു നിന്നത് കണ്ടപ്പോൾ സമുദ്രം കണ്ടോടിയെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം തന്ന നിയോഗം പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി ഒത്തിരി വെല്ലുവിളികളും തടസ്സങ്ങളും നേരിട്ടെന്ന് വരാം. തടസ്സങ്ങൾ കണ്ട്, വെല്ലുവിളികൾ കണ്ട് ദൗത്യങ്ങൾ വലിച്ചെറിഞ്ഞേച്ച് പിറകോട്ട് പോകരുത്. തമ്പുരാൻ തന്ന നിയോഗത്തിൽ ഉറച്ചു നിൽക്ക്. നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇടപെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാലോചന കൈമാറുമ്പോൾ വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്കും നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ മറ്റാരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതം ചരിത്രത്തിൽ ചെയ്ത ആളാണ് മോശ. ഇനി ആരാ മോശ? മോശയുടെ പെങ്ങളും ജ്യേഷ്ഠനും മറ്റും ആ ദൈവ മനുഷ്യന്റെ ഭാര്യക്കെതിരെ അതരം ചലിപ്പിച്ചു. ഈ മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തമ്പുരാനോട് പറഞ്ഞിരുന്നു, ദൈവമേ ഈ വിഷയത്തിൽ ഇടപെടണേ. 30 ലക്ഷം ജനത്തിൻ്റെ നേതാവാ ഞാൻ. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ആ ബോധമൊന്നും ഇല്ലാതെ പോയല്ലോ. നാളെ നാട്ടുകാരുടെ പ്രശ്നം തീർക്കാനിരിക്കുമ്പോൾ അവരെന്നോട് പറയും, സ്വന്തം വീട്ടിലെ പ്രശ്നം തീർത്തിട്ട് ഞങ്ങളുടെ കാര്യം തീർക്കാൻ വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് എൻ്റെ മുഖത്ത് അവർ കരിവാരി തെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ടല്ലാതെ ഇനി ഞാൻ വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ ഉപവസിച്ചേനെ, പ്രാർത്ഥിച്ചേനെ, ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടേനെ. പക്ഷെ മോശ കരഞ്ഞില്ല, മോശ ഉപവസിച്ചില്ല, മോശ പ്രാർത്ഥിച്ചില്ല, ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടുമില്ല. മോശ പ്രാർത്ഥിക്കാതെ തന്നെ, മോശ ആവശ്യപ്പെടാതെ തന്നെ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി എഴുതി വെച്ചോ, ചില വിഷയങ്ങളിൽ അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ
നിന്റെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും നിശ്ചയമെന്ന് ഈ രാത്രി കർത്താവിന്റെ ആത്മാവ് വചനത്തിലൂടെ നമുക്ക് ഉറപ്പു തരികയാണ്. ആ വിഷയത്തിൽ ദൈവം ഇടപെട്ട് കേട്ടോ. മിരിയാമിനെ ദൈവം ശിക്ഷിച്ചു. മിരിയാം കുഷ്ഠരോഗിയായി പോയി. മോശ വക്കാലത്തുമായി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ദൈവമേ, എൻ്റെ പെങ്ങളാണേ, ക്ഷമിക്കണേ, അവളോട് പൊറുക്കണേ. പക്ഷെ ആ വക്കാലത്തൊന്നും ദൈവം ഏറ്റെടുത്തില്ല. അവളെ സൗഖ്യമാക്കണമെന്ന് മോശ പറഞ്ഞതൊന്നും ദൈവം സ്വീകരിച്ചില്ല. ദൈവം പറഞ്ഞ് 7 ദിവസം അവളെ പാളയത്തിന് പുറത്താക്കിയേക്കാൻ ആ ദൈവ മനുഷ്യന്റെ പെങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ അധരം ചലിപ്പിച്ചപ്പോൾ അവളെ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള തന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയ ദൈവമാണ് നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, കൃപ ലഭിച്ച ദൈവമക്കൾ അധരം തുറന്ന് സ്തോത്രം ചെയ്ത് പറ, മറ്റാരേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ആ ഉറപ്പോടെ അധരം തുറന്ന് ഈ രാത്രി ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇനി ആരാ മോശ? കോരഹം കൂട്ടരും 150 പേര് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിനെതിരെ രഹസ്യ കമ്മിറ്റി കൂടി ഒരു പുതിയ നേതാവിനെയൊക്കെ തെരഞ്ഞെടുത്ത് മടക്കയാത്രയ്ക്കുള്ള ഒരുക്കം ആരംഭിച്ചു. അന്നത്തെ കാലത്തെ പ്രത്യേകത, നമ്മുടെ മന്തിപ്പാറയിലും ആറാമയിലും കുമ്മളിയിലും കമ്പംമെട്ടിലും കൊച്ചറയിലും കട്ടപ്പനയിലും പുളിയമ്മലയിലും കുട്ടിക്കാനത്തും വാഗമണ്ണിലും എല്ലായിടത്തും ഒരു കാലത്ത് മരിച്ചവരും മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരെ കുഴിവെട്ടി അടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കൊരു സന്തോഷമില്ല. മരിച്ചവരെ മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കുഴിവെട്ടി അടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആരും മരിച്ചിട്ട് കുഴി വെട്ടാൻ പോകണ്ട, കുഴി റെഡിയാണ്, മരിച്ചു കിട്ടിയാൽ മതി. പണ്ടങ്ങനല്ല. മരിച്ചവരും മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുക. പക്ഷെ മോശയ്ക്കെതിരെ കമ്മിറ്റി കൂടിയ രഹസ്യ അജണ്ട തയ്യാറാക്കിയ കോരഹം കൂട്ടരും മരിച്ചില്ല. മരിച്ചിട്ട് ജീവിച്ചിരുന്നവരാരും അവർക്ക് കുഴിവെട്ടേണ്ടിയും വന്നില്ല. അവര് ജീവനോടിരിക്കെ മനുഷ്യരാരും കുഴിവെട്ടാതെ ഭൂമി തന്നെ ശവക്കുഴി തുറന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. തന്റെ അഭിഷക്തനെതിരെ അധരം ചലിപ്പിച്ചവരെ, തന്റെ ഭക്തനെതിരെ രഹസ്യ കരുനീക്കം നടത്തിയവരെ ചരിത്രത്തിൽ മറ്റാരെയും ശിക്ഷിക്കാത്ത നിലയിൽ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള നീതി എന്താണെന്ന് വെളിപ്പെടുത്തിയ ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ദോഷത്തിന് പകരം ദോഷങ്ങളും ശകാരത്തിന് പകരം ശകാരങ്ങളും തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങളും മെനയാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്റെ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവ് അതിശക്തമായി ദൈവാലോചന കൈമാറുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ തന്റെ ഇടമുള്ളവർ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാ. ആ മനുഷ്യനാണ് മോശ. അദ്ദേഹമാണ് പറയുന്നത്, അങ്ങ് ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നമുക്ക് മോശയോട് ചോദിക്കാം, മോശേ, താങ്കൾക്ക് പാപബോധം തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് പാപബോധം തോന്നുന്നുണ്ട്. എന്താ പാപബോധം തോന്നാൻ കാരണം? 90-ാം സങ്കീർത്തനം മോശ എഴുതുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരൻ അഹരോൻ മരിച്ചു. അഹരോന്റെ മൃതശരീരം ആ ശവമഞ്ചത്തിനകത്ത് വെട്ടിയിട്ട മരക്കഷണം പോലെ കിടക്കുകയാണ്. ആ മൃതശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് മോശ ഒരു കാര്യം ഓർക്കുന്നത്. എന്തോർക്കുന്നത്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ ആള് മോശയാണ്.
പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി വരുമ്പോൾ ആദിയിൽ ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന, ഏത് കൽപ്പന? നീ വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് ആദിയിൽ ആദാമിനോട് പറഞ്ഞ കൽപ്പന പിൽക്കാലത്ത് പുസ്തകത്തിൽ എഴുതിയ ആള് മോശയാണ്. എഴുതിയപ്പോൾ അങ്ങെഴുതി. എഴുതുമ്പോൾ മരണമെത്ര ഭയാനകമാണെന്ന്, വേർപാടെത്ര വേദനാജനകമാണെന്ന് മോശയ്ക്ക് പിടികിട്ടിയില്ല. എന്നാൽ ജ്യേഷ്ഠ സഹോദരൻ മരിച്ചു കിടക്കുമ്പോഴാണ് മരണമെത്ര ഭയാനകമാണെന്ന്, വേർപാടെത്ര വേദനാജനകമാണെന്ന് മോശയ്ക്ക് മനസ്സിലാകുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ ഈ കിടപ്പ് കിടക്കാൻ കാരണം പാപമാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപി ആയതുകൊണ്ടാണ് ഇവൻ മരിക്കേണ്ടി വന്നത്. ഇന്നിവനാണ് കിടക്കുന്നതെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുപോലെ ഞാനും കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കേണ്ടി വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പാപിയാണെന്നാണ്. ഇന്ന് രാത്രി മന്തിപ്പാറയിൽ ഈ ശബ്ദവാഹിനിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണ്ട. യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ പാപപരിഹാരം വേണ്ട. വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മരിക്കാതിരിക്കണം. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ, നാളെയല്ലെങ്കിൽ മറ്റൊരിക്കൽ മരണമെന്ന മാറാത്ത സത്യത്തിന്റെ മുമ്പിൽ നിസ്സഹായനായി നിസ്സഹായിയായി വിധേയപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണ് നിങ്ങൾ എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാപിയാണെന്നാണ്. പാപി ആയതുകൊണ്ടാണ് മരിക്കേണ്ടി വരിക. തിരുവെഴുത്ത് പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകലരിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും പാപികളായി, എല്ലാവരും പാപികളായതുകൊണ്ടാണ് എല്ലാവരും മരിക്കേണ്ടി വരുന്നത്. എല്ലാവരും മരിക്കേണ്ടി വരുന്നെങ്കിൽ എല്ലാവർക്കും പാപപരിഹാരം വേണം. എല്ലാവർക്കും പാപപരിഹാരത്തിന് ഒന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. ഏക രക്ഷാമാർഗം നസ്രയനായ യേശു ക്രിസ്തുവാണ്. എന്നോട് ചേർന്ന ആവേശത്തോടെ ആ വാക്കിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം എങ്ങനെയാണ് പാപപരിഹാരം ഒരുക്കിയത്? 2 വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പന്തലിൻ്റെ ഈ മുറ്റത്ത്, പന്തലിൻ്റെ കീഴിൽ മാത്രമല്ല, വീടുകളിലോ വീഥികളിലോ ഒക്കെയായി ഈ ശബ്ദ സംവിധാനത്തിലൂടെ സന്ദേശം കേൾക്കുന്നവർക്കും കൂടെ എൻ്റെ ആശയം ഒന്ന് പിടികിട്ടാൻ ആ വാക്യം ഞാനൊന്ന് ലളിതവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം നമുക്കറിയാം. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചുവട് പിടിച്ചാണ് ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുണ്ടായത്. ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുടെ നല്ല അംശങ്ങൾ കൂടി ഒപ്പിയെടുത്താണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വരുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പികളൊക്കെ നമുക്ക് വിഭാവന ചെയ്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആരംഭിച്ച നിയമ സംവിധാനമാണ്. നമുക്കറിയാം, പ്രമാദമായ ചില കേസുകളിൽ അവര് ശിക്ഷിക്കപ്പെടണം മാത്രമല്ല, കനത്ത ശിക്ഷ തന്നെ. സമൂഹത്തിൽ ഇനി ഒരിക്കലും ആരും ആ തെറ്റ് ആവർത്തിക്കാതെ വന്ന ഒരു മുന്നറിയിപ്പായി അവർക്ക് കനത്ത ശിക്ഷ കൊടുക്കണം എന്ന് നമ്മൾ താല്പര്യപ്പെടുകയും ആവേശത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അല്പം നിരാശ തോന്നുന്ന വിധികളാണ് ചിലപ്പോഴെങ്കിലും കോടതികളിൽ നിന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ വൈകാരികമായി പൊട്ടിത്തെറിച്ച് പറയും, നീതിപീഠങ്ങൾ പോലും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ നീതി നടപ്പിലാകും? നമ്മൾ വൈകാരികമായി പൊട്ടിത്തെറിച്ച് അങ്ങനെ പറയുമെങ്കിലും ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല.
എന്തുകൊണ്ട് നീതിപീഠങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല? നീതിപീഠം ഉയർത്തിപ്പിടിക്കുന്ന വാക്തവാക്യം ഇതാണ്, മൂല്യം ഇതാണ്: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു ബഹുമാനപ്പെട്ട ന്യായാധിപന് 99% അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് തോന്നുന്നിരിക്കട്ടെ. പക്ഷേ സംശയത്തിന്റെ ഒരു കടുകുമണിയുടെ അംശമുണ്ടെങ്കിൽ, ഇന്ന കാര്യത്തിൽ കൂടെ കുറ്റവാളിയാണെന്ന് ബോധ്യമുണ്ടാകണമെന്ന് ഒരു ചെറിയ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അവനെ ശിക്ഷിക്കാൻ പാടില്ല. ഒരു പക്ഷേ അവൻ കുറ്റവാളിയാണെന്നിരിക്കട്ടെ, സംശയാതീതമായി 100% കുറ്റവാളിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നീതിപീഠത്തിന് ശിക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നീതിപീഠം ഉയർത്തിപ്പിടിക്കുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊള്ളട്ടെ, പക്ഷേ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു നല്ല ആമേൻ എന്നോട് ചേർന്നെന്ന് പറഞ്ഞു. അതാണ് നീതിപീഠം ഉയർത്തിപ്പിടിക്കുന്നത്. അത് റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആരംഭിച്ച നിയമത്തിന്റെ സംഹിതയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന നിയമസംഹിതയുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് യേശു ക്രിസ്തുവിനെ വിസ്താരത്തിന് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് ഹന്നാവും കയ്യപ്പാവും എന്ന് യഹൂദ മഹാപുരോഹിതന്മാർ, സന്നിധിയും സംഘം, പീലാത്തോസ്, ഹെരോദാവ്, പീലാത്തോസ് തന്നെ യേശുവിനെ 3 പ്രാവശ്യം വിസ്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, 3ാമതും പീലാത്തോസ് അവരോട് ഈ നീതിപീഠങ്ങളൊക്കെ യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. തിരിച്ചും മറിച്ചും തിരിച്ചും പീലാത്തോസ് എന്ന ന്യായാധിപൻ യേശുവിനെ വിസ്തരിച്ച് അനന്തരം പൊതുസമൂഹത്തോട് പറയുകയാണ്, ഇദ്ദേഹം നിരപരാധിയാണ്, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. പ്രബുദ്ധരായ ഈ നാട്ടിലെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, യേശു നിരപരാധി, യേശു കുറ്റം ചെയ്തിട്ടില്ല എന്ന നീതിപീഠം പറഞ്ഞിട്ട് അടുത്തത് നീതിബോധ ശബ്ദമായി അവിടെ നിന്ന് ഉയരേണ്ട വിധി എന്താ? ഇദ്ദേഹം നിരപരാധിയായതുകൊണ്ട്, ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്നല്ലേ? അല്ല, പീലാത്തോസിന്റെ കോടതിക്ക് യേശുവിനെ ശിക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഇന്ന കുറ്റത്തിന് ശിക്ഷ കൊടുക്കുന്നു എന്ന് പറയേണ്ടതല്ലേ? ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ന്യായാധിപൻ നിരപരാധിയാണ്, ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ന്യായാധിപന് പ്രതിയെ ശിക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഒരു കുറ്റം ഇന്ന കുറ്റത്തിന് ശിക്ഷിക്കുന്നു എന്നല്ലേ പറയുക? എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ ഒറ്റ ന്യായാധിപന്മാർക്ക് പോലും കണ്ണിൽ, മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ പോലും ഇന്ന കുറ്റത്തിന് യേശുവിനെ ശിക്ഷിക്കുന്നു എന്ന് പറയാൻ ഇടവരാതെ പവിത്ര ജീവിതം നയിച്ചവന്റെ പേരാണ് നസ്രയനായ യേശു. ആ പരിശുദ്ധ നാമം നമ്മുടെ ആധാരത്തിലെടുക്കാൻ, ആ സന്ദേശത്തിന്റെ വക്താവായി നിൽക്കാൻ കൃപ തന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? ആ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. എന്തുകൊണ്ട് മാന്യ ശ്രോതാക്കളെ, യേശു നിരപരാധി എന്ന് പറഞ്ഞിട്ട്, യേശു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പീലാത്തോസ് യേശുവിനെ വെറുതെ വിടാതെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു? അതിന്റെ മർമ്മം നിങ്ങൾ അറിയണം. അത് പീലാത്തോസിന്റെ തീരുമാനമായിരുന്നില്ല, പിന്നെ സ്വർഗീയ കോടതിയുടെ നിർണയമായിരുന്നു. ഏതാണ് ആ നിർണയം? പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന് പകരം പാപമാക്കിക്കൊണ്ട് പാപിയായ മനുഷ്യ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി അതാണേ. അതിന്ന് രാത്രി കൂടെ പറയാൻ ദൈവം എനിക്ക് മുറ്റത്തൊരവസരം തന്നല്ലോ. ഈ മുറ്റം അതിനായി ദൈവം ഒരുക്കിയല്ലോ. നമ്മെ ആരോഗ്യത്തോടെ ദൈവം കൊണ്ടുവന്നല്ലോ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എൻ്റെ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് നിയോഗമുണ്ട്?
അല്പം കൂടെ ക്രൂശിന് ചുവട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ചു മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും എന്നെ ഒന്ന് നോക്കാമോ? നാം പാപം സംബന്ധിച്ചും മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശിന്മേൽ കയറി. നമ്മുടെ കർത്താവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ച ആളല്ല. 13-ാമത്തെ വയസ്സിലാണ് പെന്തക്കോസ്ത് സത്യത്തിലേക്ക് എൻ്റെ മാതാപിതാക്കൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പിറന്നു വീണ സമുദായത്തിൽ എന്നെ പഠിപ്പിച്ചത് ഈശോ മിശിഹ എൻ്റെ പാപമെല്ലാം ക്രൂശിൽ ചുമന്നു എന്നായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുനാളിൽ ക്രൂശ് എടുത്ത് മുത്തോട് മുത്തുമുത്തി ഭയഭക്തി ബഹുമാന ആദരവോടെ പാടുമായിരുന്നു. കർത്താവേ നിൻ ക്രൂശിനെ ഞാൻ, നിങ്ങളാരും പാടിയിട്ടില്ലേ? കർത്താവേ നിൻ ക്രൂശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നേ. കർത്താവേ നിൻ ക്രൂശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നേ എന്ന് ഭയഭക്തി ബഹുമാൻ ആദരവോടെ ക്രൂശെടുത്ത് മുത്തോട് മുത്തുമുത്തി പാടാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈശോ മിശിഹ എൻ്റെ പാപമെല്ലാം ക്രൂശിൽ ചുമന്നു എന്ന ചിന്തയായിരുന്നു. എന്നാൽ വേദപുസ്തകം പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യേശു ക്രൂശ് ചുമന്നു സത്യം, പക്ഷെ ക്രൂശിലല്ല പാപം ചുമന്നത്, തൻ്റെ ശരീരത്തിലാണ് മാനവവർഗത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ചത്. അതുകൊണ്ട് യേശു ചുമന്ന ക്രൂശിനെ അല്ല, ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ആരാധനയ്ക്ക് യോഗ്യനായി ജീവിക്കുന്ന യേശുവിനെയാണ് ആരാധിക്കേണ്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിയേക ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ക്രൂശിന് ചുവട്ടിലേക്കൊന്ന് വരാമോ? ക്രൂശിനെ ഒന്ന് നന്നായി വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവസാനം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു ഓട്ടപ്രദർശനം പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പീലാത്തോസിന്റെ കൽത്തളം നിങ്ങൾ കണ്ടോ? ആ കൽത്തളത്തിനകത്ത് 2 ഇരുമ്പ് തൂണുകൾ. ആ ഇരുമ്പ് തൂണുകൾക്ക് 2-3 അടി പൊക്കം മാത്രമേ ഉള്ളൂ. 2-3 അടി പൊക്കം മാത്രമുള്ള ഇരുമ്പ് തൂണുകളിൽ 2 വളയങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. യേശു കർത്താവിനെ റാ പോലെ അതിൻ്റെ നടുവിൽ വളച്ചു നിർത്തി. എന്നിട്ട് കർത്താവിൻ്റെ കൈകൾ ആ 2 വളയങ്ങളോട് ചേർത്ത് ബന്ധിച്ചു. ആ വിരിഞ്ഞു നിൽക്കുന്ന പുറമാണ് റോമൻ ചാട്ടവാർ, ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ. ആ ചാട്ടവാറിന്റെ അറ്റ തീയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഒക്കെ ഘടിപ്പിക്കും. എന്തിന്? അടിക്കുമ്പോൾ അടിയുടെ ആക്കം കൂടാൻ. പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികളാണ് അങ്ങനെ അടിക്കുക. എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തെ ലക്ഷ്യമാക്കി ആ ചാട്ടവാർ ആഞ്ഞെറിഞ്ഞു. ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ആ പച്ച മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പടയാളി ആ ചാട്ടവാർ വലിച്ചു പറിച്ചു പൊക്കിയെടുക്കുകയായിരുന്നില്ല. സങ്കീർത്തനക്കാരൻ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രവചനം നടത്തി. അവർ ഉഴുവച്ചാലുകളെ നീളത്തിൽ കീറി, അവർ എൻ്റെ മുതുകന്മേൽ ഉഴുതു. എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്ത് നീളത്തിൽ ഉഴുവച്ചാലുകൾ കീറുന്നത് പോലെ ആ ചാട്ടവാർ താഴേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു. പല പ്രാവശ്യത്തെ അടി കഴിഞ്ഞപ്പോൾ അരിമനാഥന്റെ പുറത്തെ മാംസ കഷണങ്ങൾ പല സൈഡിലേക്ക് കീറി തൂങ്ങി മറിയപ്പെട്ടു. ആ കീറി തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവുകളിലൂടെ ഉറവ ഒഴുകി വരുന്നത് പോലെ പരിശുദ്ധ രക്തം ഒഴുകി വരികയാണ്. ആ ഒഴുകി വന്ന പരിശുദ്ധ രക്തം അവസാനം തളം കെട്ടിക്കിടന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിനകത്താണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് ഉഴുതുമറിയപ്പെട്ട എൻ്റെ രക്ഷിതാവിൻ്റെ മാംസത്തിന്റെ വിടവുകളിലൂടെ
ഊറി ഇറങ്ങി തളം കെട്ടിക്കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ രക്തത്തിന്റെ അകത്ത് എന്റെയും നിങ്ങളുടെയും രോഗശാന്തി എന്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി, സമാപന രാത്രി, എന്തുകൊണ്ട് ഞാൻ ഈ വചനം പ്രസംഗിക്കും അളവിൽ ഒരത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിച്ചുകൂടാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. ഏതെങ്കിലും കുടുംബങ്ങൾ, ഏതെങ്കിലും ശരീരങ്ങളിൽ ഇന്ന് രാത്രി രോഗാത്മാവായി കുടിയിരിക്കുന്ന പൈശാചിക രോഗബാധകളുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ അമർച്ചയായി കൽപ്പിക്കുന്നു. ആ രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. ഒരാത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തൊരു കാര്യം പറയുകയാണ്. എല്ലാ രോഗങ്ങളും പ്രായാധിക്യ നിമിത്തമുണ്ടാകുന്നതല്ല. എല്ലാ രോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിമിത്തമല്ല. എല്ലാം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില രോഗങ്ങളെങ്കിലും നമ്മെ സമയത്തിന് മുമ്പേ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ, നമ്മുടെ സാമ്പത്തിക മേഖലയെ പൂട്ടിക്കെട്ടാൻ, നമ്മുടെ ശുശ്രൂഷയെ നശിപ്പിച്ചു കളയാൻ, തലമുറകളുടെ ഭാവിയെ ഉടച്ചു കളയാൻ പൈശാചിക രോഗാത്മാക്കൾ തൊടുത്തുവിട്ട അവന്റെ ആയുധങ്ങളാകാം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾക്കുള്ളത് മുഴുവൻ വിട്ടു ചികിത്സിച്ചാലും ആ രോഗം ഭേദമാകില്ല. ഒരു മെഡിക്കൽ സയൻസിനും ആ രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. എന്താ കഴിയാത്തത്? അതിന്റെ പിന്നിൽ കുടിയിരിക്കുന്ന, അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു പൈശാചിക രോഗവ്യാപാരമുണ്ട്. എന്നാൽ ഈ രാത്രി ഒറ്റ പൈസ പോലും മുടക്കണ്ട, ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കണ്ട. തന്റെ വചനം അയച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം ഈ രാത്രി ഇവിടെ ഞാൻ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തെയും തന്റെ പവിത്ര നാമത്തെയും ഞാൻ ഇവിടെ വിളിച്ചു പറയുമ്പോൾ ആ നാമത്തിന്റെ ശക്തിയാൽ, ആ രക്തത്തിന്റെ ശക്തിയാൽ അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് അല്പ നിമിഷം അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറയാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നതുകൊണ്ട് ഞാൻ പറയും. 12 വർഷമായി രക്തസ്രാവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി, തിരുവഴുത്തിൽ അവളെക്കുറിച്ച് വായിക്കുന്നു, തനിക്കുള്ളതെല്ലാം വിറ്റു. വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചു. വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചെന്ന് പറഞ്ഞാൽ മാറി മാറി ഇഞ്ചക്ഷൻ എടുത്തെന്നല്ല. ഒരു നല്ല ആമേനൊന്ന് പറ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഇഞ്ചക്ഷൻ, അപ്പുറത്ത് ചെല്ലുമ്പോൾ ആൻറ്റിബയോട്ടിക്ക്, അങ്ങനെ മാറി മാറി ഇഞ്ചക്ഷൻ എടുത്ത് വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചെന്നല്ല. പിന്നെ അർത്ഥം എന്നാണെന്നറിയാമോ? അന്നും ഇന്നും എന്നും മെഡിക്കൽ ഫീൽഡ് ഒരു ബിസിനസ്സാണ്. അവളുടെ ആ രോഗം കൊണ്ട് അവൾക്കുള്ളതല്ല അവരടിച്ചെടുത്തു. ഒരു നല്ല ആമേനെന്ന് പറയാം. വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു. പക്ഷെ കർത്താവിൽ നിന്ന് സൗഖ്യം വന്നപ്പോൾ ഇങ്ങനൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ബാധ മാറി. അങ്ങനാണെങ്കിൽ അതൊരു രോഗമായിരുന്നില്ല,
അതൊരു ബാധയായിരുന്നു, അതൊരു രോഗത്തിൻ്റെ ആത്മാവായിരുന്നു. ആ രോഗാത്മാവ് അവളുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവളുടെ സമ്പത്തിനെ പോലും ഇല്ലാതെയാക്കി, അവളെ വഴിയാധാരമാക്കി. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കെതിരെ അസൂയ കൊണ്ട് ഈ രാത്രി വെല്ലുവിളിക്കുന്ന, നിങ്ങളെ വഴിയാധാരമാക്കാൻ, നിങ്ങൾക്കുള്ളത് വിറ്റുപെറുക്കിക്കളയാൻ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഉടച്ചു കളയാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ ഹനിച്ചു കളയാൻ അദൃശ്യ മണ്ഡലത്തിൽ നാം അറിയാതെ വെല്ലുവിളിക്കുന്ന പൈശാചിക രോഗാത്മാവുണ്ടെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദാസന്മാരായ, ദൈവത്തിന്റെ ജനമായ ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി കൽപ്പിക്കുന്നു, ആ പൈശാചിക രോഗബാധകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. എത്ര പേർക്ക് പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നുണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നത് കൊണ്ടല്ല, ആത്മാവ് നിയോഗം തരുന്നെങ്കിൽ അല്പനിമിഷം അന്യഭാഷയിൽ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ആരും തലയിൽ കൈവയ്ക്കാതെ തന്നെ വചനത്തിന്റെ ശക്തിയാൽ ചില രോഗബാധകൾ ഈ രാത്രി അഴിഞ്ഞു മാറുകയോ. വർഷങ്ങളായി കുടുംബങ്ങളിൽ കുടിയേറി, ശരീരത്തിൽ കുടിയിരുന്ന് ഒത്തിരി ചികിത്സിച്ചിട്ടും മാറ്റമില്ലാതെ, ഓരോ ഡോക്ടേഴ്സിനും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഈ രാത്രി മാനസിക സംഘർഷങ്ങളിൽ, സാമ്പത്തിക തകർച്ചകളിലൂടെ ദുഷ്ടപിശാച് നടത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുടുംബമുണ്ടെങ്കിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമർച്ചയായി കൽപ്പിക്കുന്നു. ഹേ രോഗാത്മാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറുക. ആത്മാവിൽ സ്തോത്രം പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശിന് ചുവട്ട് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മറ്റൊരാശയം പറയേണ്ടത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ക്രൂശിക്കപ്പെടുമ്പോൾ നീളത്തിലുള്ള തടി അവിടെ തന്നെ ഉറപ്പിക്കപ്പെടുകയാണ് പതിവ്. ആ ക്രോസ് കഷണമാണ് ക്രൂശിക്കപ്പെടുന്ന ആൾ ചുമന്നുകൊണ്ട് പോകുക. എൻ്റെ രക്ഷിതാവ് ആ ഭാഗം ചുമന്നുകൊണ്ട് വീണ്ടും എണീറ്റും വീണും രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി തലയോടിടെ വന്ന ഗോൽഗൊത്ത മലയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ആ മലയുടെ മുകളിലെത്തിയപ്പോൾ ഇരുകള്ളന്മാരുടെ നടുവിൽ എൻ്റെ രക്ഷിതാവിനെ കൈകാലുകൾ ആണിയടിച്ച് ക്രൂശിൽ ഉയർത്തിയിരിക്കുകയാണ്. ആ കാഴ്ച ഇന്ന് രാത്രി നിങ്ങൾ കണ്ടോ? മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് എൻ്റെ രക്ഷിതാവ് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് പ്രാണനെ വെടിയുന്നു. അങ്ങനെ പ്രാണനെ പിതൃസന്നദ്ധിയിൽ സമർപ്പിക്കുമ്പോൾ യേശു അവസാനം ലോകത്തോട് പറഞ്ഞത്, ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല, പിന്നെ എന്താ പറഞ്ഞത്? സകലവും നിവർത്തിയായി. മാനവവർഗമേ, നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതെല്ലാം ഞാനിതാ നിവർത്തിച്ചിരിക്കുന്നു. എന്നോട് ചേർന്ന് തന്റെ ഇടത്തോട് ആമേൻ പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. യേശു ഒന്നാമത് ഇവിടെ പ്രത്യക്ഷനായി. എന്തിന് പ്രത്യക്ഷനായി? പാപപരിഹാരം വരുത്താൻ പ്രത്യക്ഷനായി. വന്ന കർത്താവ് ആ പദ്ധതി നിവർത്തിച്ചു. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പറയുന്നത് പാപപരിഹാരം വരുത്തിയ ശേഷം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. എൻ്റെ മാന്യ സുഹൃത്തേ, താങ്കളുടെ പാപപരിഹാരത്തിന് താങ്കൾ ഒന്നും ചെയ്യണ്ട.
താങ്കൾ ചെയ്യാൻ ഒന്നും ബാക്കിയില്ലാതെ വണ്ണം യേശു സകലവും ക്രൂശിൽ നിവർത്തിച്ചു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ മണ്ണിൽ മനുഷ്യനായി വന്നതും ക്രൂശിൽ യേശു മരിച്ചതും ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ആര് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു അവർക്ക് യേശുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയാൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് നീതീകരണം. അങ്ങനെ നീതീകരിക്കപ്പെടാൻ കൃപ ലഭിച്ച് എത്ര പേർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട് അതൊക്കെ രണ്ടാമത്തേതൊക്കെ വിസ്തരിക്കേണ്ടതാണ്, വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ഓടിച്ച് പറയുക, ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എവിടെ? സ്വർഗത്തിൽ, പിതൃസന്നിധിയിൽ. ഒരു ആമേൻ എന്ന് പറഞ്ഞു. ആർക്കു വേണ്ടി? എല്ലാവർക്കും വേണ്ടിയല്ല. എബ്രായർ 7:25 അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ ഇന്ന് യേശു സ്വർഗത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. ആർക്കു വേണ്ടി? നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ആ ബോധ്യമുള്ളത് കൊണ്ടാണ് വേറെ ആരുടെയും വക്കാലത്ത് നമ്മൾ പിടിക്കാത്തത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ, ദൈവത്തിൽ നിന്നൊരു കാര്യം സാധിക്കാൻ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. അത് KJ തോമസ് പറയുന്നതല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം പറയുന്നു, ദൈവം ഒരുവനല്ലോ. എല്ലാവരും എന്നോട് ചേർത്ത് കരമുയർത്തി പിടിച്ചെന്ന് സ്തോത്രം ചെയ്തു പറ, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. യേശു ക്രിസ്തു അല്ലാതെ ഒരു മധ്യസ്ഥനില്ല. അപ്പൊ ഒന്ന്, യേശു പ്രത്യക്ഷനായതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. 2, ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ആമേൻ എന്ന് പറയണം. നീതീകരിക്കപ്പെട്ടവർ ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? യേശുവിൻ്റെ മധ്യസ്ഥതയാൽ, തൻ്റെ പുണ്യാഹ രക്തത്താൽ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. എല്ലാവരും സ്തോത്രം ചെയ്ത് പറഞ്ഞ് നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹാബേലിൻ്റെ അധരം തുറന്ന് ഒരുമിച്ചെന്ന് പറയണം ആ വാക്യം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ പുണ്യാഹമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി കർത്താവിന്ന് പിതൃസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നു. യേശു കർത്താവിന്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. മൂന്നാമത്തെ ആശയം ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ അതൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3, യേശു ഇനി പ്രത്യക്ഷനാകും. ഒന്നാമത് യേശു പ്രത്യക്ഷനായി, അതുകൊണ്ട് എനിക്ക് നീതീകരണം കിട്ടി. ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. 3, പാപം കൂടാതെ. അയ്യോ, എനിക്ക് അത്ഭുതം തോന്നുന്നു. ആ വാക്യമൊക്കെ നമ്മൾ മറന്നിട്ട് എത്ര നാളായി. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന വാക്യം, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, അല്ലേ? ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും അതൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും മറക്കരുത്. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനി യേശു പ്രത്യക്ഷനാകും. ഒന്നാമത് യേശു പ്രത്യക്ഷനായപ്പോൾ എനിക്ക് നീതീകരണം കിട്ടി. യേശു ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി യേശു പ്രത്യക്ഷനാകുമ്പോൾ എനിക്കെന്ത് കിട്ടും? റോമലേഖനം 8:18 അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് പറ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 2 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല കൊണ്ട് നമ്മെയും അറിയുന്നില്ല.
നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്തത് ആവേശത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകോ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ കാഹളനാദത്തിങ്കൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതിന് പറയുന്ന പേരാണ് തേജസ്കരണം, അതാണ് മഹത്വീകരണം, അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ്, അതാണ് ജീവനുള്ള പ്രത്യാശ, അതാണ് അന്ത്യകാല രക്ഷ. കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. കെ ജെ തോമസ് പാസ്റ്റർ ഇത് വല്ലതും നടക്കൂ? ഒരാമേനൊന്ന് പറ. യേശു വരുവോ? മരിച്ചവർ ഉയർക്കുവോ? ഞാൻ രൂപാന്തരപ്പെടുവോ? അത് നടക്കുമെന്ന് ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. എന്താ ഉറപ്പ്? വായിച്ചു, കുറുവാക്യത്തിലുണ്ട്. അതൊന്നുകൂടെ ഒന്ന് വായിച്ചു, എന്നിട്ട് നിർത്താം. 1 പത്രോസ് 1:3-4. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ. ആ കരോ ശബ്ദം ഉയർത്തിട്ട് നല്ല ആമേൻ എന്ന് പറ. യേശു വരുമോ? വരും. മരിച്ചവർ ഉയർക്കുമോ? ഉയർക്കും. ജീവനുള്ള പ്രത്യാശ, അന്ത്യകാല രക്ഷ, യേശുവിന്റെ വരവും നമ്മുടെ രൂപാന്തരവുമെങ്കിൽ അത് നടക്കുമെന്ന് ദൈവം തന്ന ഉറപ്പ. യേശുവിന്റെ ഉയർപ്പ്. ഒരു നല്ല ആമേൻ അതിന് പറയണം. എനിക്ക് ഉയർപ്പിലേക്ക് കയറിയ പിന്നെ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവേ, യേശുവിൻ ഉയർക്കാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റേണ്ട ഒരു കാര്യവും ഇല്ല. ഒന്ന് സ്തോത്രം പറഞ്ഞു. കാരണം കല്ലറയിലെ ആ കല്ലിനൊന്നും കർത്താവിൻ്റെ ഉയർപ്പിനെ തടയാൻ പറ്റുകയില്ല. കാരണം ഉയർത്ത കർത്താവ് ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ ഒരു ഈച്ച പോലും കയറാൻ അത്രമാത്രം വീട് അടച്ച് ഉറപ്പാക്കി അവരിയ്ക്കുന്നത്. പക്ഷെ വാതിൽ തുറക്കാതെ, മേൽക്കുര പൊളിക്കാതെ യേശു അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഒരാമേനൊന്ന് പറഞ്ഞു. ഈ യേശുവിനെ കല്ലറയിൽ നിന്ന് വെളിയിൽ വരാനും പറ്റും. അതിന് കല്ലറയുടെ വാതുക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റേണ്ട കാര്യമില്ല. ഒത്തിരി ആശ അവിടെ പറയേണ്ടതാ. പക്ഷെ ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി. എന്നിട്ടോ ദൂതൻ കല്ലിന് മുകളിൽ കുത്തിയിരുന്നു. അതെന്തിനാ? മടിയൻ ദൂതൻ സ്വർഗത്തിലോട്ട് ചെന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന് സമയം കൊല്ലുക ആണോ? സമയം കൊല്ലാനാണോ കുത്തിയിരിക്കുന്നത്? അല്ല. ഈ ദൂതൻ കല്ലുരുട്ടിട്ട് മാറ്റിയിട്ട് പോയാലേ കുന്തവും പന്തവും വാളും വടിയൊക്കെ പിടിച്ച് ഞങ്ങൾ നെഞ്ചു വിരിച്ച് തല ഉയർത്തി പിടിച്ച് ഇങ്ങനെ കാത്തോണ്ടിരിക്കുമ്പോൾ ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി നോക്കി ഇവർക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് നാണക്കേട് ഒഴിവാക്കാൻ പടയാളികൾ ആ കല്ല് തിരിച്ചുരുട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം മറിയെ നിനക്ക് വേണ്ടി തമ്പുരാൻ ഉരുട്ടി മാറ്റിയത് മറ്റാരും തിരിച്ചുരുട്ടാതിരിക്കാൻ സ്വർഗം അവിടെ തൻ്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ. ദൈവം തുറന്നതൊന്നും അടയ്ക്കാതെ അവിടെ തൻ്റെ ദൂതനെ എൻ്റെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ദൈവം തുറന്ന ഒന്നും തടയാൻ ഒരു പൈശാചിക ശക്തികൾക്കും ഇന്ന് രാത്രി സാധ്യമല്ലെന്ന് സിംഹഗർജനം പോലെ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാൻ
നിയോഗമുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഉയർന്നിരിക്കയില്ല. അവസാനിപ്പിക്കാം ഞാൻ. അപ്പൊ എന്തിനാ ദൂതനെ ഇരുത്തിയേ? കല്ല് തിരിച്ചുരുട്ടാതിരിക്കാനാ. ഒരു നല്ല ആമയും പറയാം. അപ്പൊ യേശുവിന് പുറത്ത് വരാനോ ഒന്നും കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് മുരുട്ടി മാറ്റണ്ട. പിന്നെ എന്തിനാ കല്ലുരുട്ടി മാറ്റിയേ? ഇവർ തിരിച്ചുരുട്ടാതിരിക്കാൻ ദൂതനെ എന്തിനാ കൽപ്പിച്ചാക്കിയേ? ഇത് ചരിത്രത്തിൽ ഒരു തെളിവായി കിടക്കാനാ. ഒരു നല്ല ആമേൻ പറ. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല. അത് ക്രിസ്ത്യാനികൾ പറഞ്ഞു പഠിപ്പിക്കുന്ന കഥയല്ല. അത് യാഥാർത്ഥ്യമാണ്, അത് ശരിയാണ്, അത് നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര സത്യമാണെന്ന് എക്കാലവും ലോകത്തിനൊരു തെളിവായി ഇന്നും യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നെങ്കിൽ കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ദൈവമക്കൾ വിളിച്ചു പറ, ആ തുറക്കപ്പെട്ട കല്ലറയെ സാക്ഷിയാക്കി. യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നതൊരു സത്യമാണെങ്കിൽ, യേശു ഉയർത്തതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, യേശു മടങ്ങി വരും. യേശു മടങ്ങി വരും. ഈ സുവിശേഷ യോഗത്തിന്റെ സമാപന രാത്രി മന്തിപ്പാറ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരുന്നു. എബ്രായ ലേഖനം 10:37. എല്ലാവരും ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സുവിശേഷത്തിൽ പങ്കാളിയായി ചേർന്ന് പറ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ. ഒരുമിച്ച് ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തു പറ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. മരിച്ച വിശുദ്ധർ ഉയർക്കാൻ പോകും. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു. റോമാലേഖനം വായിക്കേണ്ട 13 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. നാം വിശ്വസിച്ച സമയത്തേക്കാൾ, ഒരു സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞേ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു. അവിടെ വിശ്വസിച്ച സമയം എന്നതിനേക്കാൾ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ യേശു മടങ്ങി വരും. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ എന്തു പറയുന്നു? കാലഘടികാരത്തിൻ്റെ മണിനാദ ശബ്ദങ്ങൾ എന്തോർമ്മപ്പെടുത്തുന്നു? ആനുകാലിക സംഭവങ്ങൾ ബൈബിളുമായി ചേർത്ത് പഠിച്ചാൽ എന്തു മനസ്സിലാകുന്നു? യേശു മടങ്ങി വരും. ഇനി അധിക സമയം അതിനില്ല. എൻ്റെ കർത്താവ് മടങ്ങി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അണപൊട്ടി ഒഴുകുന്ന ആവേശത്തോടല്ലാതെ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയോ? വീണ്ടും ജനിച്ചവർക്കതൊരു ആവേശമല്ലേ? കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് നന്ദി പറയാം. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നലെ ഒരു പ്രത്യാശയുടെ ഗീതം, നിങ്ങൾ ഈ ആശീർവാദം പറയാതെ ആരും പോകരുത്. ഇത് കഴിഞ്ഞൊരു നന്ദിയുണ്ട്, അതും കൂടെ കേട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ടേ എല്ലാവരും പോകാവൂ. നാളെ നമുക്ക് യോഗം ഇവിടെ ഇല്ല. ഈ 2 ദിവസവും യോഗം തടസ്സപ്പെടുമാറും മഴ പെയ്തില്ല. ദൈവം നമുക്ക് ഇത്രയും ശാന്തമായ അന്തരീക്ഷം തന്നു. അതൊക്കെ യോഗം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ നിയോഗവുമാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടല്ലോ. കർത്താവ് അത് നിവർത്തിക്കട്ടെ. ഒരു പ്രത്യാശയുടെ ഗീതം നാം ഒരുമിച്ചൊന്ന് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ അധരങ്ങളും ചലിപ്പിച്ച് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി നമുക്ക് പാടാം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ അധരങ്ങളും തുറന്ന് ഈ രാത്രി പ്രത്യാശയോടെ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. വരവിനായിട്ട് വചനമ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. വരവിനായിട്ട് വചനമ്പോൾ നീ ഒരുങ്ങിടുന്നുവോ?
വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? അമ്പരന്റെ ശക്തികൾ ഭ്രമിച്ചിടുന്നതാ, അമ്പരപ്പിനാണി ലോകം നടുങ്ങിടുന്നിതാ. അമ്പരപ്പ് ശക്തികൾ ഭ്രമിച്ചിടുന്നതാ, അമ്പരപ്പിനാണി ലോകം നടുങ്ങിടുന്നിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? ലോകവാഴ്ച യേശു രാജരാജനാ, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കാർ. നീക്കും ലോകവാഴ്ച യേശു രാജരാജനാ, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കാർ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? ധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ. മുൾമുടി അണിഞ്ഞ രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? ശുദ്ധന്മാരിൽ കണ്ണുനീരെല്ലാം നീക്കിയേകും നിത്യജീവൻ എന്നേക്കുമായി. ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരെല്ലാം നീക്കിയേകും നിത്യജീവൻ എന്നേക്കുമായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനപ്പോൾ നീ ഒരുങ്ങിടുന്നുവോ? 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Jesus. ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കുക. നമ്മുടെ ഹൃദയങ്ങൾ ദൈവമുമ്പാകെ ഏകാഗ്രമാക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുന്നു.
ലോകസംഭവങ്ങളെല്ലാം നമ്മോടത് വിളിച്ചറിയിക്കുന്നു. രണ്ട് കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഒന്ന്, തിരുവെഴുത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവാവസാനമാണ്. എന്താ ജീവാവസാനം? അത് മരണമാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മരണം എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. രണ്ട്, യുഗാവസാനമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. അതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അനിശ്ചിതത്വങ്ങൾ തിങ്ങിയതാണ് മനുഷ്യ ജീവിതം. മരണമോ യേശുവിൻ്റെ വരവോ, ഇതിലേതു സംഭവിച്ചാലും കർത്താവിൻ്റെ വരവിന് മുമ്പ് ആയുസ് തികഞ്ഞ് മണ്ണിൽ കണ്ണടച്ച് മണ്ണോട് ചേരുന്നെങ്കിൽ യേശുവിൻ്റെ മടങ്ങി വരവിൽ നല്ലൊരുയർത്തെഴുന്നേൽപ്പിൽ ഉയർത്തെഴുന്നേറ്റു വരാം. അല്ല, യേശു വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടാം. ഏതാണെങ്കിലും യേശുവിൻ്റെ വരവിൽ ഉയർപ്പോ രൂപാന്തരമോ ഉറപ്പാണ്. ആരാണ് യേശുവിൻ്റെ മടങ്ങി വരവിൽ നല്ലൊരു ഉയർപ്പിൽ കാണുന്നത്? ആരാണ് രൂപാന്തരപ്പെടുന്നത്? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണ്. എന്താണതിൻ്റെ അർത്ഥം? യേശുവേ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യനായി അങ്ങ് മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ആയിരുന്നു എന്ന് ഹൃദയപൂർവ്വം ആര് വിശ്വസിക്കുന്നു, അവർക്ക് അവിശ്വാസം മൂലം പാപപരിഹാരം കൊടുക്കാൻ ദൈവത്തിന് കരുണ തോന്നി. ഇന്ന് രാത്രി ഞങ്ങൾ ആ രക്ഷയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വിശ്വാസ സ്നാനം ഒരു സത്യമാണ്. നിങ്ങൾ അത് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെടണം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കണം. അടിസ്ഥാനപരമായ വേദോപദേശ സത്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു, നിത്യതയിലെത്തിച്ചേരാൻ. കൃപയിലേക്ക് വന്നവരോട് കൈകൂപ്പി പിടിച്ച് ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, ഭക്തിക്ക് കേടുവരുത്തുന്നതിലൊന്നിലും ചെന്നിടവരരുത്. ഭക്തിക്ക് എവിടെങ്കിലും കേടുണ്ടായിട്ടുണ്ടോ? പ്രപഞ്ചമോഹങ്ങൾ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ലോകത്തിൽ നീതിയോടും സുബോധത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കണം. എങ്ങനെയും ജീവിക്കല്ല്, നീതിയോടെ ജീവിക്കണം. എങ്ങനെയും ജീവിക്കല്ല്, സുബോധത്തോടെ ജീവിക്കണം. എങ്ങനെയും ജീവിക്കല്ല്, ദൈവഭക്തിയോടെ ജീവിക്കണം. കാരണം തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു രൂപാന്തരമുണ്ട്. നിത്യത മറന്നൊരു ജീവിതം എനിക്കിവിടെ വേണ്ട. നിത്യതയ്ക്കായി ഈ രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ താല്പര്യമുള്ളവർ ഒരു സെക്കൻഡ് ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. കരമുയർത്തിവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാൻ. കർത്താവിന്ന് രാത്രി നിങ്ങളെ കാണട്ടെ. പരിശുദ്ധാത്മാവിന്ന് രാത്രി നിങ്ങളെ തൊടട്ടെ. ആ കരമുയർത്തിവർ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവിന്ന് രാത്രി നിങ്ങളെ കാണട്ടെ. പരിശുദ്ധാത്മാവിന്ന് രാത്രി നമ്മെ സ്പർശിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീത രാത്രിക്കായി ഞങ്ങൾ നന്ദി പറയും. ഈ 2 ദിവസം ഈ മുറ്റത്ത് ഇങ്ങനൊരു യോഗം നടത്താൻ കർത്താവിന് പ്രസാദം തോന്നി. കാറ്റിൻ്റെ ശല്യമുണ്ടാകാതെ,
മഴ കോരിച്ചൊരിഞ്ഞു പെയ്യാതെ ഈ യോഗം തടസ്സപ്പെടുമാറ് പ്രകൃതി വിരോധമാകാതെ നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഈ ദേശത്തോട് വിളിച്ചു പറയാൻ തമ്പുരാൻ തന്ന ഭാഗ്യത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി നിത്യതയുടെ സന്ദേശത്താൽ കർത്താവേ യേശുവിന്റെ വരവിനായി നിത്യതയിലേക്കുള്ള പ്രവേശനത്തിനായി കരമുയർത്തിയവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുകയാണ്. ഈ നല്ല ദേശനിവാസികൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സിസ്റ്റർ മീനു മാത്യു, കർത്താവെ യോഗം ഇവിടെ ക്രമീകരിച്ചു. മാമനാൽ കുടുംബത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്മാർ, അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ